ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു കുക്കറിനകത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കോഫി പൗഡർ കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പയിൽ നമുക്കൊരു 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊരു 3 വട്ടം ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനകത്തേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യമേ തന്നെ ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് ഇത് ബീറ്റ് ചെയ്യരുത്. ഇത് ലോ സ്പീഡിൽ ഇട്ടിട്ട് പയ്യെ വേണം ഇത് ഹൈ സ്പീഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഒരു റൗണ്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേച്ചിട്ടിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ശരിയാകത്തില്ല കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒന്ന് പകുതി റൗണ്ട് ചെയ്തിട്ട് താഴത്തേക്ക് ആക്കുക, ഇതുപോലെ കേട്ടോ. അങ്ങനെ നമുക്ക് 3 ഇതേപോലെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്നത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് നിലത്തൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. കാരണം ആ ബബിൾസൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകണം. ഇത് കറക്റ്റ് ലെവലായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇത് നമ്മുടെ ചൂടായിട്ടുള്ള കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കാം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം കുക്കറിൻ്റെ വെയിറ്റൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ ഇത് അടച്ചു വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 40 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ.